ഹലോ മച്ചമാരെ, ടി ന്യൂസിലേക്ക് സ്വാഗതം. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുമോ? നാളെയേറെയായി ഏത് വർഷം എടുത്താലും നമ്മൾ നോക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഇക്കുറി മമ്മൂട്ടിക്കുണ്ടാകുമോ? പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുന്നു. മമ്മൂട്ടിയല്ല, ജൂറി അംഗങ്ങൾ എന്ന് തന്നെ പറയാം. എല്ലാ തവണയും അർഹനായ വ്യക്തി മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാമെങ്കിലും ഇക്കുറിയും നമുക്ക് പ്രതീക്ഷകളില്ല. കാരണം അത് മമ്മൂട്ടിയാണ്, ദേശീയ അവാർഡാണ് എന്നുള്ള കാര്യം. എന്നിരുന്നാലും മലയാളത്തിന് ഇക്കുറി 3ഓളം ചിത്രങ്ങളാണ് ദേശീയ പുരസ്കാരത്തിലേക്ക് സെലക്ട് ആക്കപ്പെട്ടിരിക്കുന്നത്. ഭ്രമയുഗം മമ്മൂട്ടിയുടെ മാത്രമല്ല, മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ നിൽക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സൈബിൻ സാഹിറും അതേപോലെ കിഷ്കിന്ധാകാന്ഡത്തിലൂടെ ആസിഫ് അലിയും മികച്ച നടന്മാർക്കുള്ള പട്ടികയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ 3 സിനിമകളും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടേണ്ട ചിത്രങ്ങൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ പ്രകടനവും ഒപ്പം സിനിമയുടെ ക്വാളിറ്റിയും ഒപ്പം ബാക്കി ഉള്ള 2 കഥാപാത്രങ്ങളുടെ പ്രകടനവും. അതായത് നമുക്ക് ആകെ 4 പേരുള്ള ആ ഒരു സിനിമയിൽ എല്ലാവരുടെയും പ്രകടനം അതിഗംഭീരമായിരുന്നു. അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും തീർച്ചയായും നാഷണൽ അവാർഡ് നേടാൻ അർഹരായ വ്യക്തികൾ തന്നെയാണ്. എന്താണേലും ഇക്കുറി മലയാളികൾക്ക് പുറമെ ഇന്ത്യൻ ഭാഷയിലുള്ള അല്ലെങ്കിൽ എല്ലാ ദേശത്തുള്ള ആളുകളും പറയുന്നു ഒരു കാര്യം തന്നെയാണ്, അർഹനായ വ്യക്തി മമ്മൂട്ടി ആണ് എന്നുള്ളത് തന്നെ. ഇതുകൂടാതെ മലയാളത്തിന് പുറത്തുള്ള പല ചിത്രങ്ങളുമുണ്ട്. അല്ലു അർജുൻ്റെ പുഷ്പ 2 ആണ് ഏറ്റവും ഉറ്റുനോക്കുന്ന മറ്റൊരു ചിത്രം. പുഷ്പയിലൂടെ ദേശീയ അവാർഡ് ലഭിച്ച അല്ലു അർജുന് പുഷ്പ 2 വീണ്ടും ദേശീയ അവാർഡ് ലഭിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെയും കാണാൻ കഴിയുന്നത്. എന്തായാലും അതിനും ചാൻസുകളുണ്ട് എന്നുള്ളതാണ്. ഇക്കുറി ജയരാജാണ് ജൂറി ചെയർമാൻ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ ഇക്കുറി മലയാളത്തിലേക്ക് അവാർഡ് എത്തുമോ എന്നുള്ള നോട്ടമാണ്. പ്രത്യേകിച്ച് ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടനായി നാലാമത്തെ പ്രാവശ്യം എത്താൻ മമ്മൂട്ടിയെ അർഹനാണെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ള ആ ഒരു ഉറ്റുനോട്ടമാണ് നമ്മളേവരിലേക്കും. 72ാമത് നാഷണൽ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തമിഴിലുള്ള ആരാധകർ പറയുന്നു തീർച്ചയായും മമ്മൂട്ടിക്ക് തന്നെ വേണം. അതുകൂടാതെ ചിയാൻ വിക്രമിനും തങ്കലാൻ എന്ന ചിത്രത്തിലൂടെ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും. ജൂറി ഒരു പ്യുവറായിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തമിഴിൽ നിന്നുള്ള ഏറെയും പ്രേക്ഷകർ അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലു അർജുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തമിഴിലുള്ള മറ്റ് ചിത്രങ്ങളുമൊക്കെ ഈ ഒരു പുരസ്കാരത്തിലുണ്ട്. എന്താണേലും ദേശീയ അവാർഡ് പുരസ്കാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. നാളെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലു അർജുൻ ആയിരിക്കുമോ, മമ്മൂട്ടി ആയിരിക്കുമോ, ആസിഫ് അലി ആയിരിക്കുമോ എന്നൊക്കെ അറിയാൻ. തീർച്ചയായും ഇതിൽ പൂർണ്ണമായും അർഹനായിട്ടുള്ള വ്യക്തി മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയി അതുപോലെ തന്നെ ഒരു മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കുറിച്ച ചിത്രമായി മാറിയിരുന്നു നമ്മളുടെ ഭ്രമയുഗം എന്നറിയാം. ഓസ്കാർ വേദിയിൽ ഞെട്ടിപ്പിക്കുന്ന പ്രകടനവും അതുപോലെ തന്നെ പ്രേക്ഷക പ്രശംസയും നേടിയെടുത്ത ചിത്രം. മമ്മൂട്ടി എന്ന അതുല്യ കലാകാരൻ്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തിയ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ഈ വർഷം പത്മഭൂഷൺ ലഭിച്ച മമ്മൂട്ടി ഏറെ വൈകി ലഭിച്ച ആ ഒരു പത്മഭൂഷൺ നമുക്കറിയാം. അതുപോലെ തന്നെ ഏറെ വൈകി നേടുന്ന മറ്റൊരു ദേശീയ പുരസ്കാരമാകാനുള്ള ചാൻസുകൾ ഏറെ എന്നുള്ളതാണ്. ഒരുപക്ഷെ 10ാമത് അല്ലെങ്കിൽ 12ാമത് നാഷണൽ അവാർഡ് മേടിക്കേണ്ട മമ്മൂട്ടി ഇന്ന് 4ാമത്തെ നാഷണൽ അവാർഡിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് ഏത് കാര്യങ്ങൾ കൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു പ്രേക്ഷകനും ഒരു സിനിമ ആരാധകനും ഏത് മലയാളിക്കും അല്ലെങ്കിൽ ഏത് ഇന്ത്യക്കാരനും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എന്തോ കാര്യം, രാഷ്ട്രീയമോ അല്ലെങ്കിൽ വ്യക്തിപ്രേരിതമായിട്ടുള്ളതോ എന്തോ ഒരു കാര്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പലകുറി പല ഭാഷയിൽ നിന്ന് ലഭിക്കേണ്ട ദേശീയ പുരസ്കാരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ഇക്കുറിയും തട്ടിത്തെറിപ്പിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ശരാശരി ഒരു മലയാളി പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷകളില്ല എന്നുള്ളത് തന്നെ. പക്ഷേ അർഹമായ കൈകൾ അത് മമ്മൂട്ടിയുടേതാണ് എന്ന് പറയാൻ യാതൊരു സങ്കോചവുമില്ല എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം മികച്ച പ്രകടനം ഈ വർഷം കണ്ട സിനിമകളിൽ നമുക്ക് വേറെ ഒന്നിലേക്കുമില്ല. ഒരു തരത്തിലും ഇത് ഷെയറബിൾ പോലുമല്ല എന്നുള്ളതാണ്. ഇത് കിട്ടുകയാണെങ്കിൽ അത് മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതും നമ്മളുടെ മനസ്സ് പറയുന്നു. എന്താണേലും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിൽ മികച്ച നടനായി നേടി, ഫിലിം ഫെയറിലും മികച്ച നടനായി, അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ സ്ക്രീൻ ചെയ്തു. കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം. മണിക്കൂറുകൾ എണ്ണി ദേശീയ അവാർഡ് മമ്മൂക്കയ്ക്ക് എത്തട്ടെ എന്നുള്ള ആശംസയോടെ